10ാം ക്ലാസ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിനിയാണോ നിങ്ങൾ? ഇനി എഞ്ചിനീയറിംഗ്, മെഡിസിൻ എന്നൊരു കൺഫ്യൂഷൻ നിങ്ങളുടെ മുന്നിലുണ്ടോ? എങ്കിൽ യാതൊരു ഡൗട്ടും വേണ്ട, സ്ട്രെയിറ്റ്ലി യു ക്യാൻ കം ഫോർവേഡ് ടു ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ. സോ ഇവിടെ ഫാക്കൽറ്റി ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളോട് എനിക്ക് പറഞ്ഞു തരാൻ കഴിയും. NCERT സിലബസിലെ ഓരോ വരികളും വളരെ വ്യക്തമായാണ് ഓരോ ടീച്ചേഴ്സ് ഓരോ കുട്ടികളിലേക്ക് എത്തിക്കുന്നത്. ദ എമിനന്റ് ലൈബ്രറി ഫെസിലിറ്റീസ് ആൻഡ് ദ ഫാക്കൽറ്റീസ് ദാറ്റ് വി ഹാവ് ഇസ് വെരി വൈഡ് ഹിയർ. നിങ്ങൾക്ക് അത്രയും നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സബ്ജക്റ്റിനെ പറ്റിയും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സുകൾ എടുക്കാൻ കഴിവുള്ള അധ്യാപകരാണ് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ നിങ്ങളൊരു അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്കുണ്ടാകുന്ന ഏറ്റവും ബെസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഡേ വൺ യു ആർ പ്രാക്ടീസിങ് യുവർ NCERT ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അലോങ് വിത്ത് യുവർ ബോർഡ് എക്സാം. നിങ്ങളുടെ ബോർഡ് എക്സാമിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ ഗോളിലേക്ക് എത്താനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 വർഷം നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റത്തിൽ പഠിച്ചാൽ ഒരു 1 year റിപ്പീറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റേ നിങ്ങൾക്ക് മായ്ച്ചു കളയാം. ദാറ്റ് ക്യാൻ ബി ഡിസപ്പിയർഡ് കംപ്ലീറ്റ്ലി ഫ്രം യുവർ ലൈഫ് ആൻഡ് യു ക്യാൻ സേവ് യുവർ 1 year. സോ നിങ്ങൾ തന്നെ ആലോചിച്ച് തീരുമാനിക്കുക. 2 years ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൽ നിന്ന് NCERT വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ച് തൻ്റെ എഞ്ചിനീയറിംഗ് അഥവാ മെഡിക്കൽ എക്സാം വളരെ ഈസി ഗോയിൽ കോൺഫിഡൻ്റ് ആയിട്ട് വരാൻ പോകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്ത് അറ്റൻഡ് ചെയ്യണോ അതോ 1 year വെറുതെ റിപ്പീറ്റ് ചെയ്ത് വേസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. പിന്നെ ദ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ദാറ്റ് വി പ്രൊവൈഡ് ഹിയർ ഇസ് വെരി വാസ്റ്റ് ആൻഡ് വൈഡ്. നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് വെബ്സൈറ്റ് ചാനൽ എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ സ്റ്റുഡൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാകും. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുടെ അഡ്മിഷൻസ് വളരെ റഷ് ടൈമാണ് ഇപ്പോൾ. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ആൻഡ് ഗ്രാബ് യുവർ സീറ്റ്സ് സൂൺ.